ഈ കൊല്ലം അഴീക്കലിൽ തീ പൊള്ളലേറ്റ യുവാവ് മരിച്ചു. കോട്ടയം സ്വദേശി ഷിബുവാണ് മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ അഴീക്കൽ പുതുവയൽ ഷൈജ മോളെ കരുനാഗപ്പള്ളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അരുൺ രാജ് നൽകും കൊല്ലത്തുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അരുൺ, രണ്ടുപേരാണ് തീ പൊള്ളലേറ്റുണ്ടായത്. അതിൽ ഒരാളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നത് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? പ്രജിൻ, സംഭവം നടന്ന് പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചിട്ട് മിനിറ്റുകൾ മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് ഈ സംഭവത്തിൽ കൂടുതൽ വ്യക്തത ഇനിയും കൈവരേണ്ടിയിരിക്കുന്നു. ആത്മഹത്യയാണോ, ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നീ കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കൊല്ലം അഴീക്കലിൽ ഇന്ന് 7:30 ഈ ഷൈജയുടെ വീട്ടിലെത്തിയ ഈ യുവാവ് ഇരുവരുമായി സംസാരിച്ചു. പിന്നീട് മുകളത്തെ നിലയിലേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ചാണ് പിന്നീട് തീ ആളിപ്പടരുന്നതുകൊണ്ടാണ് നാട്ടുകാർ ഈ പോലീസിൽ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും എത്തി സ്ഥലത്ത് പരിശോധന നടത്തുമ്പോഴാണ് വീടിന്റെ മുകളിലത്തെ നിലയിൽ ഈ തീപ്പൊള്ളലേറ്റ നിലയിൽ ഇരുവരെയും കണ്ടെത്തുന്നത്. ഗുരുതരമായ രീതിയിൽ ഇരുവർക്കും തീപ്പൊള്ളലേറ്റു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഷിബുവിനെ എത്തിക്കുന്നതിനിടയിലാണ് ഷിബു ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഷിബുവിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് ഷൈജയുടേതാണ്. ഷൈജയുടെ വീടിന്റെ മുകൾ വശത്ത് മറ്റൊരു കോണിലാണ് ഷൈജയെ കണ്ടെത്തിയത്. ഷൈജയ്ക്ക് 90% പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്നാലും കരുനാഗപ്പള്ളി SCP അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധന തുടരുകയാണ്. ശരി, എന്താണ് ആ സംഭവത്തിലെ ദുരൂഹതകൾ എന്താണെന്നുള്ളത് കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട്. പോലീസ് ഇപ്പോൾ അത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. അന്വേഷണം നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അരുൺ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.